ഹരേ കൃഷ്ണ. തുളസീദാസന് ശ്രീരാമൻ ദർശനം നൽകുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. ആഞ്ജനേയൻ്റെ തൃപ്പാദങ്ങൾ നമസ്കരിച്ചു. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഭക്തശ്രേഷ്ഠ, നാളെ തന്നെ നിന്റെ അഭീഷ്ട സഫലമാകുന്നതാണ്. ഇങ്ങനെ അരുളി ചെയ്ത ശേഷം ഹനുമാൻ അന്തർധാനം ചെയ്തു. തൻ്റെ പർണാശ്രമത്തിലെത്തിയ തുളസീദാസൻ തനിക്ക് സിദ്ധിക്കാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് ഓർത്തു സന്തുഷ്ടനായി. രാമനാമങ്ങൾ ഭക്തി പുരസ്സരം ജപിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം പ്രാഥമിക പ്രാർത്ഥനകൾ യഥാവിധി നിർവഹിച്ച തുളസീദാസൻ തൻ്റെ ആശ്രമമുറ്റം മെഴുകി ശുദ്ധി വരുത്തി. വാസനദ്രവ്യങ്ങൾ പുകച്ച് സുഗന്ധപുഷ്പങ്ങളും ശേഖരിച്ചു വെച്ച് സീതാരാമന്മാരെ സ്വീകരിക്കാൻ ആകാംക്ഷയോട് കാത്തിരുന്നു. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. അതുമൂലം തുളസീദാസൻ വളരെ ദുഃഖിതനായി തീർന്നു. അടുത്ത ദിവസം തന്നെ തുളസീദാസൻ ബ്രാഹ്മണശ്രേഷ്ഠനെ ദർശിച്ച് തൻ്റെ സങ്കടം ഉണർത്തിച്ചു. അപ്പോൾ ബ്രാഹ്മണശ്രേഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു, തുളസീദാസ, താപസവേഷത്തിൽ നിന്റെ ആശ്രമമുറ്റത്തെത്തിയ ശ്രീരാമദേവനെ നിനക്ക് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. നാളത്തെ സന്ധ്യയിൽ ആശ്രിത വത്സരനായ ശ്രീരാമചന്ദ്രൻ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന സമേതനായി നിനക്ക് ആനന്ദ ദർശനം നൽകുന്നതായിരിക്കും. നീ സമാധാനപ്പെടൂ എന്ന് പറഞ്ഞ ശേഷം ആഞ്ജനേയൻ അന്തർധാനം ചെയ്തു. വാർത്ത നാട് മുഴുവൻ പരന്നു. ഭക്തജനങ്ങൾ തുളസീദാസിൻ്റെ ആശ്രമമുറ്റത്ത് തടിച്ചുകൂടി. ശ്രീരാമനാമ സങ്കീർത്തനങ്ങൾ ആലപിച്ചു രാമദേവനെയും പ്രതീക്ഷിച്ചുകൊണ്ട് തുളസീദാസൻ ആശ്രമമുറ്റത്ത് കാത്തുനിന്നു. സമയം സന്ധ്യയായി. ആശ്രമ പരിസരം മുഴുവൻ സങ്കീർത്തനത്താൽ മാറ്റൊലിക്കൊണ്ടു. ആ സമയത്ത് ശ്രീരാമചന്ദ്രദേവൻ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന സമേതനായി ആശ്രമമുറ്റത്ത് പ്രത്യക്ഷപ്പെട്ടു. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കിൽ അടുത്ത ഭാഗത്ത്.